ഈ ഓണത്തിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലുലുവിൻ്റെ ആഡ്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലേ, നമ്മൾ ലെവൽ ബെസ്റ്റായിട്ട് ചെയ്തു എന്നൊരു ഫീല് വരില്ലേ, അങ്ങനെ ഒരു ഫീല് വന്ന വർക്കാണ് കേട്ടോ ഇത്. മീറ്റിംഗ് കഴിഞ്ഞതും ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പർച്ചേസിങ്ങിന് ഇറങ്ങി. ഓൾമോസ്റ്റ് എല്ലാ പർച്ചേസിങ്ങും ലുലുന്ന് തന്നെയായിരുന്നു. പൂപ്പ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ആഡാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഈ ഒരു ഫാബ്രിക് വെച്ച് നല്ലൊരു ബ്ലേസർ ഞാൻ ചെയ്തിരുന്നു. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വേണം ബ്ലൗസ്, ഹെയർ സ്റ്റൈല് എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ് കാണുന്നത്. പക്ഷേ ചില പ്ലാനൊന്നും നടന്നില്ല കേട്ടോ. ആഡിന് മൊത്തത്തിൽ എങ്ങനെയായിരിക്കണം ഔട്ട് കോസ്റ്റ്യൂമിൻ്റെ വരേണ്ടതെന്നുള്ള വെൽ പ്ലാൻഡ് ആയിട്ടൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ എൻ്റെ അസിസ്റ്റൻസിനും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കും ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തു. അങ്ങനെ ഷൂട്ടിൻ്റെ തലേദിവസം രാത്രിയിൽ കോസ്റ്റ്യൂം വണ്ടിയിൽ ഫുൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ മുഴുവൻ ഞാൻ കയറ്റി. അങ്ങനെ ഫസ്റ്റ് ഡേ മോർണിംഗ് ഷൂട്ട് ഭയങ്കര ഹറിബറിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു ആഡ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആഡ് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അവസാനം അത് തീർന്നു പോകുമ്പോൾ ഒരു മിസ്സിങ്, ഒരു ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ എൻ്റെ ഈശ്വര എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. എന്തായാലും 60 മോഡൽസ് ആയിരുന്നു ഈ ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിൽ കുറച്ച് മോഡൽസിന് 2 ചേഞ്ച് ഉണ്ടായിരുന്നു. മോഡൽസ് എല്ലാവരും നല്ല കംഫർട്ടബിൾ ആയിരുന്നു അവരായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. എല്ലാവരും കട്ട് സപ്പോർട്ടായിരുന്നു. ഇതാണ് ഞാൻ അപ്പോൾ പറഞ്ഞ ബ്ലേസർ കേട്ടോ. കുറച്ച് മോഡൽസിനെ കൈ കിട്ടിയവരെയൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് എടുത്ത് ഇട്ടതാണിത്. അങ്ങനെ ഫസ്റ്റ് ഡേ നൈറ്റായി. ഇത് ബിനിഷേട്ടനും സുബിഷേട്ടനും എൻ്റെ അസിസ്റ്റൻസാണ്. നെക്സ്റ്റ് ഡേ എന്തെങ്കിലും കോസ്റ്റ്യൂമിൽ വ്യത്യാസം വരുത്തണമെന്നൊക്കെ പ്ലാനിങ് ആണ് കണ്ടത്. ഇതാണ് അപ്പുണ്ണേട്ടൻ ഡയറക്ടർ. അങ്ങനെ ഞങ്ങളുടെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സൈഡിൽ ഷൂട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് വെച്ച് തയ്ച്ച ബ്ലൗസ് എന്ന് പറയില്ല നമ്മൾ, ആ ബ്ലൗസ് ആട്ടോ, ഡ്രേപ്പ്ഡ് ബ്ലൗസാണ്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ബ്ലൗസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ സമയം കിട്ടിയില്ല, അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ ഈ ആയുധം എടുത്ത് പ്രയോഗിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ മെറ്റീരിയൽ വെച്ച് തുന്നിയെടുത്ത സാധനങ്ങളാണ്. എന്തായാലും മോഡൽസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, കണ്ടില്ലേ നിന്ന് കറങ്ങുന്നത്. എനിക്ക് ബിഗ് താങ്ക്സ് പറയാനുള്ളത് പൂപ്പ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഡയറക്ടർ അപ്പുണ്ണി സാറിനും എൻ്റെ ഡിറ്റ് ചേച്ചിക്കും കേട്ടോ. ഇങ്ങനൊരു മനോഹരമായൊരു ആഡ് എനിക്ക് തന്നതിൽ താങ്ക് യു സോ മച്ച്. അങ്ങനെ നല്ല ഗംഭീരമായൊരു ആഡ് ചെയ്ത മനസ്സംതൃപ്തിയിൽ ബൈ ബൈ.